ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂവ് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല. അപ്പോൾ ഇത് ഒടിച്ചിട്ട് പൂവാണ് കേട്ടോ. കണ്ടില്ലേ, പിങ്ക് കളറിൽ അതുപോലെ തന്നെ യെല്ലോ ഓറഞ്ചുകളും മിക്സായിട്ട് വരുന്ന പൂവാട്ടത്. പിന്നെ അതുപോലെ ചിലതിൽ മഞ്ഞ നല്ലോണം ഉണ്ടാവും, ചിലതിൽ പിങ്ക് നല്ലോണം ഉണ്ടാവും, ചിലതിൽ ഓറഞ്ച് കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറിൽ വരുന്ന പൂവാണ് കേട്ടത്. ഒരു പൂവിൽ ചിലപ്പോൾ പിങ്ക് മാത്രമേ ഉണ്ടാവും. പിങ്ക് മാത്രമായിട്ടുള്ള പൂവുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരേ. കണ്ടില്ലേ, അധികം പിങ്കായിട്ട് നിൽക്കണത് കണ്ടില്ലേ. അപ്പോൾ ഇത് മുന്നേക്ക് ഓറഞ്ച് കളറിൽ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓറഞ്ച് കളറിൽ പൂവായിട്ടോ ഒടിച്ചിട്ട് പൂവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതാണ്ടോ ഇങ്ങനെ മിക്സായിട്ടുള്ള കളറിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇതിനൊരു കായ ഉണ്ട് കേട്ടോ, ഒടിച്ചിട്ടിക്കായ. അത് പഴുത്ത് കഴിഞ്ഞിട്ടൊരു കറുത്ത കളറിൽ പഴം കേട്ടോ. അത് പഴുത്ത പഴം തിന്നും, അതുപോലെ തന്നെ പച്ചയും കഴിക്കാറുണ്ട് കേട്ടോ. മുന്നേ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതെന്താന്ന് പോലും അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ പുറമുള്ള കായ എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങളാണെന്ന് അവർക്കറിയാം. അതുപോലെ നമ്മൾ കഴിക്കാനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പോഴത്തെ അസുഖങ്ങൾക്കൊക്കെ എങ്ങനെയൊന്നും വരാൻ പറയാൻ പറ്റില്ലല്ലോ. അത് വിചാരിച്ച കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പൊതുവെ അറിയാൻ വഴിയില്ല. പിന്നെ ഈ ഒരു പൂവ് നല്ലൊരു പൂവാണ് കേട്ടോ. അത് നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയൊരു നല്ല കളർ കേട്ടോ. പിന്നെ ഇല വരുന്നത് നല്ല പരപ്പുള്ള ഇലയാണ് കേട്ടത്. കണ്ടില്ലേ, ഇത് കൊമ്പ് കുത്തിയിട്ടുണ്ടാവണതാണ് കേട്ടോ ഈ ഒരു ഒടിച്ചുറ്റി പൂവ്. അപ്പോൾ ഈ ഒരു മരം കണ്ടില്ലേ, കൊമ്പ് കുത്തി ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. നിറയെ ഉണ്ട് കേട്ടോ. അത് ദൂരേക്ക് പോയിട്ടുണ്ട്. നല്ല പരപ്പുണ്ട് കേട്ടത്. ഈ പൂവ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ കായ ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കായ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. പക്ഷെ കായ ഉണ്ടാവാൻ സമയമാവണേല്ലോ കേട്ടോ അത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇത് ഒടിച്ചൂറ്റി കായ അല്ലെങ്കിൽ ഒടിച്ചിട്ട് പൂവ് എന്നാണ് പറയുക. നല്ല ഭംഗിയുണ്ടല്ലേ പൂവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ.